നമസ്കാരം, ഞാൻ രവീന്ദ്രനാശൻ. നിങ്ങളിന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് കേരളീയർക്ക് അത്ര സുപരിചിതമല്ലാത്ത തിക്തമല്ലി എന്ന ഔഷധത്തെയാണ്. ഇതുപോലെ ആണ് തിക്തമല്ലി കാണപ്പെടുന്നത്. ആദ്യം ഇതുപോലെയും കാണപ്പെടും. കേരളത്തിൽ അത്ര സുപരിചിതമല്ല. തമിഴ്നാട്, ആന്ധ്ര, കർണാടക, മധ്യപ്രദേശ്, ഉത്തർപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ വരണ്ട പ്രദേശങ്ങളിലാണ് ഇത് കാണപ്പെടുന്നത്. ഏകദേശം നമ്മുടെ കുന്താലം പുല്ല് പോലെ കാണപ്പെടുന്ന ഒരു ചെടിയാണ്. ഈ ചെടി ഒരു കളച്ചെടി. ഈ ചെടി അതിൻ്റെ തണ്ട് ഒടിച്ച് നമ്മൾ ഉണക്കുമ്പോൾ ഈ രീതിയിൽ കാണപ്പെടും. ഇത് ഇരിക്കും തോറും ഇത് ഉരുകി കുന്തിരിക്കം പോലെ ഉരുകി ഇതുപോലെ ഒന്ന് ചേർന്ന് ആയിത്തീരും. ഇത് വീണ്ടും ഇരിക്കും തോറും വീണ്ടും ഉരുകി ഒന്നിച്ച് ചേർന്ന് കുന്തിരിക്കം പോലെ തന്നെ ആകുന്നതാണ്. ഇത് പുകച്ചാലും കുന്തിരിക്കത്തിനേക്കാൾ നല്ല സുഗന്ധം കിട്ടുന്നതാണ്. ഇതിൻ്റെ പ്രയോജനം എന്ന് പറയുന്നത് ഇത് ഉന്നതമായ രീതിയിൽ നീർവീക്കത്തെ, അതായത് ഇൻഫ്ലമേഷനെ നിയന്ത്രിക്കുന്നതാണ്. മാത്രവുമല്ല, ഇതിന് മറ്റൊരു വലിയ ഗുണമുണ്ട്. വേദന, ക്ഷിപ്രമായ രീതിയിൽ വേദന ശമിപ്പിക്കാൻ ഈ ഔഷധ സസ്യത്തിന് ശേഷിയുണ്ട്. ഇത് പുറമേയുള്ള ലേപനങ്ങളിലാണ് ഉപയോഗിക്കുന്നത്. ഇത് തൈലങ്ങളിൽ, വാതത്തിനോ അല്ലെങ്കിൽ അതുപോലുള്ള തൈലങ്ങളിൽ ചേർത്ത് കഴിഞ്ഞാൽ ആ തൈലത്തിന് കിട്ടുന്ന ഗുണത്തിനേക്കാൾ 100 ഇരട്ടി ഗുണം കൂടുതൽ ആ തൈലത്തിന് ലഭിക്കുന്നതാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.